മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തി. ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. മുൻ GCDA ചെയർമാൻ N വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. KM റഹീം അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ നഗരസഭ പ്രതിപക്ഷ നേതാക്കളായ KJ ആന്റണി കുരുത്തറ, UDF ചെയർമാൻ PS നാസർ, NK നാസർ, ഷൈല ഥദേവൂസ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യത്തെ ചോദ്യം നെഹ്റുവിനോട് ജയിലിൽ അവസരത്തിൽ ചോദിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. സംശയങ്ങളാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്കാരം എന്നാൽ എന്താണെന്നാണ് ആദ്യത്തെ നെഹ്റുവിനോടുള്ള, തൻ്റെ പിതാവിനോടുള്ള ചോദ്യം. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന സാംസ്കാരിക പാതയാണ് സംസ്കാരമെന്ന്. അത് ഭാഷ, ജാതി ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് അതിൽ ചേരുക എന്നതാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറുപടി കൂടി നമുക്ക് കാണേണ്ടതായിരുന്നു. അത്തരത്തിൽ ചോദ്യം ഉന്നയിച്ച് സംശയങ്ങൾ തീർത്ത് ഇന്ത്യയുടെ പ്രബലഗംഭീരമായ ഭരണാധികാരിയായി മാറിയ ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് നാം നടത്തുമ്പോൾ ഇന്ദിരയെ പോലെ ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ പോയതിൻ്റെ ദുരന്തമാണ് ഇന്ന് പശ്ചിമേഷ്യ അനുഭവിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ അവർക്ക് അടിമപ്പണി ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാം വേദനയിലും വിഷമത്തിലുമാണ്. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത്. അവരുടെ ജീവൻ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ വളരെ വിഷമത്തോടും വേദനയോടും കൂടി നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ പോലും വെച്ച് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വരെ അമേരിക്കക്കാരന് ചെയ്യാൻ കഴിയുന്നത് ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ സന്ദർഭത്തിൽ വിശുദ്ധമായ റംസാനിൽ നൽകുന്ന ഒരു വലിയ സന്ദേശം, നമുക്കൊരു വർഷത്തിൽ ഒരു മാസക്കാലം 30 ദിവസക്കാലം ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആരാധനകൾ മുഴുകി അനുഷ്ഠിക്കുന്ന ആ വ്രതം, അത് മാനവരാശിയുടെ എല്ലാ കാര്യങ്ങളിലും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ കഴിയാവുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഭക്ഷണം ഉപേക്ഷിക്കുക, വെള്ളം ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിലൂടെ മനുഷ്യന് ലഭിക്കുന്ന അറിവും സഹനവും അതുപോലെ തന്നെ മറ്റു വിഭാഗം ആളുകളോട് കരുണയും സ്നേഹത്തോടും കൂടി പെരുമാറാൻ കഴിയുക എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമാണ്. ആ ഒരു സന്ദേശം തന്നെ ദിവസവും കൊന്നെടുക്കുന്ന ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ പറ്റാത്ത കാലഘട്ടം. ഒരു സ്കൂളിലെ മുഴുവൻ 160 കുട്ടികളും ഒരു നിമിഷം കൊണ്ട് മരണപ്പെട്ടു പോയ ഒരു സമയം. ആ കുട്ടികൾ മുഴുവൻ പെൺകുട്ടികളായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ഇതൊന്നും ലോകത്ത് ആർക്കും മറുമരുന്ന് കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ ആചാരബാഹുക്കളായ ലോകത്തെ വലിയ വലിയ വമ്പൻ സാമ്രാജ്യത്വം മാത്രമല്ല, വലിയ ആയുധ ശേഖരണം മുഴുവൻ താനാണ് ഉണ്ടാക്കുന്നത് എന്ന് ധരിക്കുന്ന ആളുകളുടെ മുൻപും അഹങ്കാരവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.